മത്തായി 19 22 വാക്യം. യേശു തൻ്റെ അപ്പോസ്തലന്മാരുമായി ഇരിക്കുമ്പോൾ യേശു പറഞ്ഞത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിയുടെ കണ്ണിലൂടെ പ്രവേശിക്കുന്നത് എളുപ്പമാകുന്നു എന്ന് പറഞ്ഞു. ഇതിന് കാരണം 16 വാക്യം മുതൽ ചോദിക്കാം. ഒരു നിശ്ചിത മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്ന്, നല്ല ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അതിന് യേശു, കൽപ്പനകളെ പ്രമാണിക്കുക. ഏവ കൽപ്പനകൾ എന്ന് ചോദിച്ചു. അതിന്, മോഹിക്കരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, വ്യഭിചാരം ചെയ്യരുത്, നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, നിൻ്റെ കൂട്ടുകാരെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ. ഇത് ഞാൻ പ്രാപിച്ചു പോകുന്നു, പ്രമാണിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. അതിന് യേശു, ഇവിടെ കൽപ്പനകൾ 5 കൽപ്പനകളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കൽപ്പനകൾ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട കൽപ്പനകളാണ്. അതായത്, മോഷ്ടിക്കുന്നെങ്കിലും കള്ളസാക്ഷ്യം പറഞ്ഞാൽ ആ 5 കൽപ്പനകളും പ്രമാണിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്നെങ്കിലും കൂട്ടുകാരനെ തന്നെ പോലെ സ്നേഹിക്കുന്നില്ല എങ്കിൽ ആ 5 കൽപ്പനകളും തെറ്റിക്കുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഒരു മനുഷ്യന് കൽപ്പനകൾ പ്രമാണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവൻ ഇത് പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു പറയുന്നത്, സൽഗുണപൂർണ്ണൻ ആകുവാൻ നീ ഇച്ഛിക്കുന്നുവെങ്കിൽ നിൻ്റെ സമ്പത്തിനെ വിറ്റ് ദരിദ്രരെ കൊടുക്കുക, അതിനുശേഷം നീ എന്നെ വന്ന് അനുഗമിക്കുക. അതായത്, ദരിദ്രരെ കൊടുത്താൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. അതിനുശേഷം നീ എന്നെ വന്ന് അനുഗമിക്കുക എന്ന്. അവൻ വളരെ സമ്പത്തുള്ളവനായിരുന്നതിനാൽ വളരെ ദുഃഖിച്ച് പോയി കളഞ്ഞു. ഇതാണ് യേശു ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിയുടെ കണ്ണിലൂടെ പ്രവേശിക്കുന്നത് എളുപ്പമെന്ന് പറയാൻ കാരണം. ഈ വചനങ്ങളാൽ തൻ്റെ അപ്പോസ്തലന്മാർ വളരെ വിസ്മയിച്ചു. കാരണം യേശുവിൻ്റെ ജ്ഞാനവചനങ്ങളാണ്. വചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു. ലൂക്ക 16 19 മുതൽ 31 വാക്യങ്ങൾ. ഒരു നിശ്ചിത മനുഷ്യൻ, അതായത് ഒരു ധനവാനായ ഒരുവൻ, പട്ടും ധൂമ്ര വസ്ത്രവും ധരിച്ച് വളരെ ആഡംബരത്തോടെ ജീവിച്ചു പോന്നു. ലാസർ എന്ന ദരിദ്രനായ ഒരുവൻ ശരീരം മുഴുവൻ വ്രണം നിറഞ്ഞവനായി ധനവാന്റെ പടിപ്പരക്കൽ ഉണ്ടായിരുന്നു. ധനവാന്റെ തീന്മേശയിൽ വീഴുന്ന ശകലങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുവാൻ അവൻ ആഗ്രഹിച്ചു. വിശപ്പടക്കുവാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ പ്രാണൻ നക്കുമായിരുന്നു. ലാസർ മരിച്ചു. ദൂതന്മാർ അവരെ എടുത്ത് അബ്രഹാമിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു. ധനവാൻ മരിച്ച് അടക്കപ്പെട്ടു. അവൻ പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ അവൻ മേലോട്ട് നോക്കി. അവൻ കണ്ടു അബ്രഹാമിനെയും അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെയും. അവൻ ഉടനെ വിളിച്ചു പറഞ്ഞു, അബ്രഹാം പിതാവേ, എന്നോട് ക്ഷമിക്കണമേ എന്ന്. അബ്രഹാം അവനോട്, നിൻ്റെ ജീവിതത്തിൽ നീ വളരെ സുഖിച്ചും ലാസർ വളരെ മോശമായ അവസ്ഥയുമാണ് ജീവിച്ചത്. അവനിപ്പോൾ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു.
ധനവാൻ ലാസറിനോട്, ലാസർ, നീ നിൻ്റെ വിരൽ വെള്ളത്തിൽ മുക്കി അതിൻ്റെ തുള്ളി എൻ്റെ ദാഹം ശമിക്കേണ്ടതിന് നീ എനിക്ക് നൽകണമേ എന്ന് അവൻ പറഞ്ഞു. അതിന് അബ്രഹാം, നിങ്ങൾക്കും ഞങ്ങൾക്കും തമ്മിലിടയിൽ വലിയൊരു പിളർപ്പുണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിന്നിട്ട് വരുവാനോ ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കിലേക്ക് വരുവാനോ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അതിന് ലാസർ, അല്ലല്ല, ലാസറിനെ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് അയക്കണമേ. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതന സ്ഥലത്ത് വരാതിരിക്കുവാൻ അവൻ ചെന്ന് സാക്ഷ്യം പറയട്ടെ. അങ്ങനെ പറഞ്ഞാൽ അവർ മാനസാന്തരപ്പെടും എന്ന് ധനവാൻ അറിയിച്ചു. അതിന് അബ്രഹാം, അവർക്കവിടെ മോശയും പ്രവാചകന്മാരുണ്ട്, അവർ അവരുടെ വചനം കേൾക്കട്ടെ എന്ന്. മരിച്ചതിൽ നിന്ന് ഇവിടുന്ന് ഒരുവൻ പോയി പറഞ്ഞാലും അവിടെ ആരും വിശ്വസിക്കുകയില്ല. മോശയും പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കാത്തവർ ഇവിടെ നിന്ന് ഒരുവൻ പോയി പറഞ്ഞാലും അത് വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. അന്ന് അവർക്ക് മോശയും പ്രവാചകന്മാരുണ്ട്. ഇന്ന് നമുക്ക് സുവിശേഷകന്മാരുണ്ട്, മറ്റ് പാസ്റ്റർമാരുണ്ട്, ദൈവവചനം അറിയിക്കാൻ മറ്റ് പ്രവാചകന്മാരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്. അപ്പോൾ അവരുടെ വചനങ്ങളെല്ലാം നമ്മൾ കേട്ട് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗം ഇങ്ങനെയെന്ന് വളരെ വചനം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ലാസറിനെ പോലെ, ധനവാനെ പോലെ ആകാതിരിക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. ഇവിടെ ധനവാൻ വളരെ കാരുണ്യമില്ലാതെ ആണ് തൻ്റെ പടിപ്പരക്കിൽ വ്രണം നിറഞ്ഞ് ദരിദ്രനായിരുന്ന ലാസറിനെ കണ്ടത്. ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. കരുണയുള്ളവനായിരിക്കണം. അതായത് മത്തായി 25-ാം അധ്യായം 42-45 വാക്യങ്ങൾ. യേശു തൻ്റെ അപ്പോസ്തലന്മാരോട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ ദാഹിച്ചു, നിങ്ങളെനിക്ക് വെള്ളം തന്നില്ല. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ആഹാരം തന്നില്ല. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങളെന്നെ ചേർത്തുകൊണ്ടില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ കാണുന്നുവെന്നില്ല. ഞാൻ തടവിലായിരുന്നു, നിങ്ങളെന്നെ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ, എപ്പോഴാണ് പിതാവേ ഈ അവസ്ഥയിലെല്ലാം നിന്നെ കണ്ടത്? അങ്ങനെ കാണുമായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ തരുമായിരുന്നല്ലോ എന്ന് അവർ. അതിന് യേശു, ഈ എളിയവരിൽ നിങ്ങൾ അവർക്ക് ചെയ്യാത്തിടത്തോളം എല്ലാം നിങ്ങൾ എനിക്ക് ചെയ്യുന്നില്ല എന്നാണ് അതിന് അർത്ഥമാകുന്നത് എന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ ധനവാൻ്റെ കാര്യം തന്നെ പറയാൻ, ലാസറിനെ വളരെ കരുണയില്ലാതെയാണ് അവൻ ജീവിതത്തിൽ അവൻ നോക്കിക്കേണ്ടത്. അങ്ങനെ ഉണ്ടാകരുത്. കരുണയോടുകൂടി അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നെങ്കിൽ, അവന് ഒരു നേരത്തെ അവൻ്റെ ഭക്ഷണം കൊടുത്തിരുന്നുവെങ്കിൽ അതൊരു വലിയൊരു കരുണയുള്ള കാര്യമായിരുന്നു. അവൻ ഈ യാതന സ്ഥലത്ത് അവൻ വരുമായിരുന്നില്ല. അപ്പോൾ എളിയവരെ എന്താവശ്യമുണ്ടോ അവരെന്ത് ചോദിക്കുന്നു നമുക്കുണ്ടെങ്കിൽ അത് കൊടുക്കുക. അതായത് 2 വസ്ത്രമുള്ളവൻ ഒന്ന് കൊടുക്കുക എന്നാണ് കർത്താവിൻ്റെ കൽപ്പന. ഇല്ലെങ്കിൽ കൊടുക്കുന്നതിൽ തെറ്റില്ല.
ഇല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ തരില്ല. പക്ഷേ ഉണ്ടെങ്കിൽ നാം അവനെ കൊടുക്കണം. അതായത് യേശു ഇപ്പോൾ പറഞ്ഞതുപോലെ ആരെങ്കിലും യാചിച്ചു വരുന്നുവെങ്കിൽ, എളിയവരിൽ ആരെങ്കിലും യാചിച്ചു വരുന്നെങ്കിൽ നാം അവർക്ക് കൊടുക്കണം. അതായത് യാചിക്കുന്നവർക്കെല്ലാം നാം കൊടുക്കണം. ആഹാരം ചോദിച്ചു, ആഹാരം കൊടുത്തില്ല. കുടിക്കാൻ വെള്ളം ചോദിച്ചു, കുടിക്കാൻ വെള്ളം കൊടുത്തില്ല. അതുപോലെ നഗ്നനായിരുന്നു, എന്നെ ഉടുപ്പിച്ചില്ല എന്നെല്ലാമാണ് പറയുന്നത്. അത് യേശു തന്നെ ഒന്ന് ചോദിക്കണമെന്നില്ല എന്നാണ് പറയുന്നത്. ഈ എളിയവരിൽ ആര് ചോദിച്ചാലും അത് അവർക്ക് നൽകുക, അത് യേശുവിന് നൽകുന്നത് പോലെയാണ് എന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ടാണ് അത് നൽകാത്തതിൻ്റെ കാരണമാണ് ധനവാൻ പാതാളത്തിൽ യാതന അനുഭവിച്ചത്. അബ്രഹാം വളരെ സമ്പന്നനായിരുന്നു. അത് ഉൽപ്പത്തി 14-ാം അധ്യായം 20-ാം വാക്യത്തിൽ അബ്രഹാം ദൈവത്തിൻ്റെ പുരോഹിതനായ മൽക്കീസേദെക്കിന് തൻ്റെ സമ്പത്തിനെല്ലാം ദശാംശം കൊടുത്തിരുന്നു. അതെ, അബ്രഹാം വളരെ സമ്പന്നനായിരുന്നു. അതുകൊണ്ട് താൻ സകലത്തിനും ഒരു ദശാംശം കൊടുത്തു. അതായത് കൊള്ളയിട്ട സകല സമ്പത്തിനും ദശാംശം കൊടുത്തിരുന്നു. അങ്ങനെ അബ്രഹാം ചെയ്തതുപോലെ സമ്പന്നന്മാർ ദശാംശം കൊടുക്കുകയും, അതുപോലെ യാചിക്കുന്നവർ കൊടുക്കുകയും, അതുപോലെ ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുകയും, വസ്ത്രമില്ലാത്തതിന് വസ്ത്രം കൊടുക്കുകയും, എല്ലാവരും കരുണയോടെ കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അവർക്ക് നിത്യജീവൻ അവകാശമാക്കാൻ കഴിഞ്ഞേക്കാം എന്ന് വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് എപ്പോഴും കരുണയോടുകൂടി നമ്മൾ ജീവിക്കേണ്ടതാണ്. വചനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ജ്ഞാനത്തോടുകൂടി ജീവിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ വരുവാനുള്ള ലോകത്തിൽ, അതായത് നിത്യജീവൻ്റെയും നിത്യരക്ഷയും മക്കളായി അത് പ്രാപിക്കാൻ യോഗ്യതയുള്ളവരായി നമ്മൾ ആവുകയുള്ളൂ.